നമസ്കാരം. ബംഗാൾ സംസാരിച്ചിരിക്കുന്നു. ബംഗാളിൽ ആടിപതറി മമത യുഗത്തിന് അവസാനം വന്നിരിക്കുന്നു. 15 വർഷത്തെ മമതാ ഭരണം അവസാനിച്ചിരിക്കുന്നു. മാഠി മനിഷ്, ഇതായിരുന്നല്ലോ മമതയുടെ മുദ്രാവാക്യം. അമ്മ, ചവിട്ടി നിൽക്കുന്ന മണ്ണ്, ജനങ്ങളുടെ ഒരു വികാസം, ഇതെല്ലാം തന്നെ തൃണമൂൽ കാലഘട്ടത്തിൽ ഭദ്രമായിരുന്നു എന്നായിരുന്നു ധാരണ. പക്ഷെ അങ്ങനെയല്ല. ബംഗാളിലെ ജനം ചിന്തിച്ചത് മമതയുടെ 3M ഫോർമുല, മമത എന്ന മൈസെൽഫ്, എല്ലാം താൻ പോരുമയാണല്ലോ. മമതയുടെ ഒരു ഏകാധിപത്യ പ്രവണത പാർട്ടിക്കുള്ളിലും, അല്ലെങ്കിൽ മമതയുടെ ഒരു ചടുലത, അത് തീർച്ചയായും ആസ്വദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ മമത ഒരു ഇഞ്ച് സ്ഥലം മറ്റാർക്കും കൊടുക്കില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യ മുന്നണിയിൽ നിൽക്കുമ്പോഴും ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളെ പരിഗണിക്കാത്ത മമതയുടെ ഒരു ഏകപക്ഷീയത, അതാണ് മൈസെൽഫ് മമത എന്ന് പറയുന്ന ആ ഒരു താൻ പോരിമ. അതുപോലെ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ അചഞ്ചലമായ പിന്തുണ എക്കാലത്ത് മമതയെ മുന്നോട്ട് നയിച്ചിരുന്നു. കാരണം ബംഗാളി ജനസംഖ്യയുടെ 27% മുസ്ലിങ്ങളാണ്. ആ 27% എന്ന് പറയുന്നത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ്. അതിൽ നിന്ന് വേണം തുടങ്ങാൻ. അതായത് ഒരു ഓട്ട മത്സരത്തിൽ, 100 മീറ്റർ ഓട്ട മത്സരത്തിൽ ഒരു പകുതിയിൽ നിന്ന്, അല്ലെങ്കിൽ 1/3 നിന്ന്, ഒരു 20-25 അല്ലെ 1/4 നിന്ന് തുടങ്ങുന്നത് പോലെയാണ് മമതയുടെ ഒരു അഡ്വാൻറ്റേജ്. മുസ്ലിങ്ങളുടെ ഒരു നല്ല പങ്ക്, അതായത് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനുമൊക്കെ ചെറിയ തോതിൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തേക്കാം. പക്ഷേ അതൊക്കെ 4-5% തട്ടിക്കഴിച്ചാൽ മമത ഹോൾസ് ദി സപ്പോർട്ട് ഓഫ് ദി എൻറ്റയർ മുസ്ലിം കമ്മ്യൂണിറ്റി ഇൻ ബംഗാൾ. ഈ മുസ്ലിം കമ്മ്യൂണിറ്റി 2 തരത്തിൽ അതിനെ കാണാം. ഒന്ന്, ബംഗാളിലെ മുസ്ലിം, പശ്ചിമ ബംഗാളിലെ പരമ്പരാഗതമായ മുസ്ലിംസ്. 2, അവസരങ്ങൾ തേടി ബംഗ്ലാദേശിൽ നിന്ന് വന്ന രേഖകളോടെയോ അല്ലാതെയോ നുഴഞ്ഞു കയറിയോ ഒക്കെ വന്നവർ. അവരൊരു നല്ല പങ്ക് ഒരുപക്ഷെ SIR യിലൂടെ വെട്ടി നിർത്തപ്പെട്ടിട്ടുണ്ടാവാം. 90 ലക്ഷം പേരാണ്, 8 കോടിയോളം ജനസംഖ്യയുള്ള ബംഗാളിൽ 90 ലക്ഷം പേരാണ് വെട്ടി നിർത്തപ്പെട്ടതെന്ന് ഓർക്കുമ്പോൾ ഭീതിതമായൊരു നമ്പറാണ്. കേരളത്തിലെയൊക്കെ സംഖ്യ അതുമായി നോക്കുമ്പോൾ ശതമാനക്കണക്കിൽ തുലോം പരിമിതമാണ്. അപ്പം അങ്ങനെ മമതയുടെ വോട്ട് ബാങ്ക് ആയിരുന്ന മുസ്ലിങ്ങളുടെ നല്ല പങ്ക് വെട്ടി നിർത്തപ്പെട്ടു എന്നാണ് പൊതുവെയുള്ള നിഗമനമെങ്കിലും യഥാർത്ഥത്തിൽ ജനസംഖ്യാനുപാതികമായി ഹൈന്ദവരും മുസ്ലിങ്ങളും ഒക്കെ വെട്ടി നിർത്തപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. അത് ന്യായമായി അതിൽ തന്നെ 35 ലക്ഷത്തോളം കംപ്ലൈൻറ്റുകളുണ്ടായി. അതിൽ ഭാഗികമായി മാത്രമേ പരിഹരിച്ചുള്ളൂ. അവരിൽ സിംഹഭാഗത്തിൻ്റെയും കംപ്ലൈൻറ്റ് അവിടെ നിൽക്കെ വോട്ടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് വലിയൊരു തിരിച്ചടിയായി എന്നൊക്കെ അറിയാം. അതാണ്. അപ്പോൾ അതുകൊണ്ട് മമതയുടെ മുസ്ലിം സ്നേഹം, മുസ്ലിം പ്രീണന നയം, അത് മറുപക്ഷത്തെ ഒരുപക്ഷെ BJPക്ക് അനുകൂലമായ ഹൈന്ദവ കൺസോളിഡേഷന് വഴിയൊരുക്കി. ഹിന്ദുക്കളാണല്ലോ ഭൂരിപക്ഷം. 70%-ലധികം വരുന്ന ഹിന്ദു പോപ്പുലേഷൻ്റെ വലിയ ഒരു പിന്തുണ നേടിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നതാണ് വാസ്തവം. അപ്പം മിഠി എന്ന് പറയുന്നത് അമ്മയാണ്, മിഠി മനുഷ്യ, ഇതാണ് മണ്ണാണ്. മണ്ണിന് വേണ്ടി നടത്തിയ സംരംഭങ്ങൾ, ഇപ്പം മണ്ണിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ വലിയ പ്രശസ്തമായ പോരാട്ടങ്ങളല്ലേ. നന്ദിഗ്രാം, സിംഗ്രൂറൊക്കെ മമതയുടെ പോരാട്ടഭൂമിയായിരുന്നു. കുത്തകകളെ കെട്ടുകെട്ടിച്ച് ജനങ്ങൾക്കായി ഭൂമി പുനർവിതരണം ചെയ്യാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് മമതയെ നെഞ്ചിലേറ്റി ജനം മുഖ്യമന്ത്രിയായി 3 പ്രാവശ്യം വാഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ പ്രതികരിച്ചിരിക്കുന്നു. അമ്മ ബംഗാൾ സ്വത്വം. എന്ന് പറയുമ്പോൾ ബംഗാളി സ്വത്വമാണ്. അമ്മ എന്ന് പറയുമ്പോൾ മദർ ടങ്, അമ്മ സങ്കല്പം, ബംഗാളി സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJPയെ പുറത്തുനിന്ന് വരുന്ന ഒരു ഇൻവേഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഇൻവേഡിങ് ആർമി ആയി കണ്ടുകൊണ്ട് അമിത്ഷായോ മോദിയോ ഒക്കെ വന്നാൽ അവരെ ഗുജറാത്തീസായിട്ടാണ് ബംഗാൾ ജനത ഒരുപക്ഷെ കാണുന്നത്. പക്ഷേ അവരെ ജനം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ എത്ര ഈ ബംഗാളി സ്പിരിറ്റ് ആളിക്കത്തിക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും അവിടെ പരാജയപ്പെട്ടു. അപ്പം അതുകൊണ്ട് മമതയുടെ മൈസെൽഫ് മമത എന്നത് 3ാമത്തെ ഇതാണ് വനിത, മഹിള. M for മഹിള. എന്താണ് ആ മഹിള? മമതാ ബാനർജി ഈ 3-1 റിസർവേഷൻ വനിതകൾക്ക് എന്ന സങ്കല്പമൊന്നും മമതയ്ക്കും മമതയുടെ പാർട്ടിക്കും ബാധകമല്ല. മമത തന്നെ സ്ത്രീയാണ്, മുഖ്യമന്ത്രിയാണ്, വനിതാ മുഖ്യമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ വലിയ നമ്പർ സീറ്റുകളാണ്, 3-1 വരുന്ന സീറ്റുകളാണ്
തൃണമൂൽ കോൺഗ്രസ് വനിതകൾക്ക് വേണ്ടി മാറ്റിവെച്ചത് സംവരണമൊന്നുമല്ല, അവിടെ ജനറൽ മണ്ഡലങ്ങളിൽ വനിതകൾ മത്സരിച്ചു. തൃണമൂലിന് വേണ്ടി വൻതോതിൽ വനിതകൾ മത്സരിച്ചു. തലയെടുപ്പുള്ള വനിതകളെ സ്ഥാനാർത്ഥിയാക്കി. ലോക്സഭയിലും അവരിൽ വലിയ ഭാഗം ജയിച്ചു വരും നമ്മൾ കണ്ടു. 2 വർഷത്തിന് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും ജയം നേടിയ തൃണമൂൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തൃണമൂലിന് ലഭിച്ച ഒരു സപ്പോർട്ട് ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചു, NDAക്ക് ലഭിച്ചു എന്ന് കാണാം. കഴിഞ്ഞ പ്രാവശ്യം തൃണമൂലിന് 218 സീറ്റോ മറ്റുമാണ് ലഭിച്ചത്. BJPക്ക് ആകെ 77 സീറ്റാണ് ലഭിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് ലഭിച്ചതിനേക്കാൾ ലേശം കൂടുതൽ സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചു എന്നത് ഒഴിവാക്കിയാൽ ഫലം നേരെ മാറി മറിഞ്ഞു എന്ന് കാണാം. കഴിഞ്ഞ തവണ തന്നെ 2021 തന്നെ BJP അധികാരത്തിൽ വരുമെന്ന് ചില എക്സിറ്റ് പോളുകളെങ്കിലും പ്രവചിച്ചിരുന്നു. പക്ഷേ എല്ലാവരെയും ശബ്ദരാക്കിക്കൊണ്ട് മമത തന്നെയാണ് അധികാരത്തിലെത്തിയത്. ഇപ്രാവശ്യം പോൾസ്റ്റേഴ്സ് മിക്കവരും BJPയുടെ വിജയം പ്രതീക്ഷിച്ചപ്പോഴും പലരും ചിന്തിച്ചു മമതയെ അങ്ങ് പുറത്താക്കാനാവുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയം, അതുപോലെ മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ അസ്ഥാനത്തായത് എല്ലാം പരിഗണിക്കുമ്പോൾ മമത സ്റ്റാൻഡ്സ് എ ചാൻസ്. ജയിക്കുമെന്നല്ല, നല്ലൊരു ഫൈറ്റ് കൊടുക്കും എന്ന് വിചാരിച്ചു. പക്ഷേ 3-2 ഭൂരിപക്ഷത്തിൽ BJP ഇദം പ്രഥമമായി ബംഗാളിൽ അധികാരത്തിലേക്ക് വരുന്നു. ബംഗാളിൽ മമതയുടെ വലങ്കയായി പ്രവർത്തിച്ചിരുന്ന സുവേന്ദു അധികാരി, നന്ദിഗ്രാമൊക്കെ പ്രക്ഷോഭത്തിന് മമതയുടെ കൂടെ കൂടിയതാണ് സുവേന്ദു അധികാരി. മമതയുമായി തെറ്റി നന്ദിഗ്രാമിൽ മത്സരിച്ചപ്പോൾ നന്ദിഗ്രാമിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താനായി കഴിഞ്ഞ തവണ മമതാ ബാനർജി എത്തി. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. മമത സ്വയം പരാജയം ഏറ്റുവാങ്ങി നന്ദിഗ്രാമിൽ. പക്ഷേ ഭവാനിപ്പൂരിൽ കഴിഞ്ഞ പ്രാവശ്യം സ്വന്തം സീറ്റാണ്. മമതയെ 2 സീറ്റിൽ മത്സരിച്ചു. കഴിഞ്ഞ തവണ ഭവാനിപ്പൂരിൽ വിജയിച്ചു. നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരിയെ പരാജയപ്പെടുത്താൻ പോയി വീരചരമം അടഞ്ഞു. ഇപ്രാവശ്യം സുവേന്ദു അധികാരി പ്രതികാരം ചെയ്തു. 2 സീറ്റിൽ മത്സരിച്ചു. മമതയുടെ ഭവാനിപ്പൂരിൽ വന്ന് സുവേന്ദു അധികാരി മത്സരിച്ചു. മമത 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. ഭീമമായ ഒരു തോൽവിയാണ്. അതിനർത്ഥം മമതയ്ക്കുണ്ട് എന്ന് കരുതിയ വലിയ ഒരു അതിമാനുഷികത അത് ബംഗാൾ ജനത കൽപ്പിച്ചു കൊടുത്തിട്ടില്ല. കേവലം ഒരു കുറച്ച് കാലഘട്ടത്തിൻ്റെ ഒരു അത്ഭുതമായി മമത മാറുന്നു. ഇനി മമതയുടെ തൃണമൂലിൻ്റെ പരാജയ കാരണങ്ങളൊന്ന് നോക്കാം. ഒന്ന് അധികാര പ്രമത്തതയാണ്. നോക്കൂ, അധികാര പ്രമത്തത എന്ന് പറഞ്ഞൊരു വാക്ക് പറയാൻ എളുപ്പമാണെങ്കിലും അതിനെ വിശകലനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മറ്റാരെയും വകവെക്കാത്ത ഒരു പ്രകൃതം, സ്വന്തം മന്ത്രിസഭയിലെ തന്നെ മറ്റുള്ളവരെ കേവലം ചെറിയ ആളുകളായി ഭൃത്യന്മാരായി കാണുന്ന താൻ മാത്രം, എല്ലാം താൻ തന്നെ. കേരളത്തിൽ പിണറായി വിജയൻ എന്നതുപോലെ തന്നെ മമതാ ബാനർജി ഒരു ടീം വർക്ക് എന്ന് പറയും പുറമേ, പക്ഷേ അത് മമത തന്നെയായിരുന്നു മുഖം. ആ ഒരു അരഗൻസ്, ആ ഒരു ധാർഷ്ട്യം, ധിക്കാരം. അതേസമയം ലളിത ജീവിതം, വെള്ള സാരി, പരുത്തി സാരി, വള്ളിച്ചെരുപ്പ്, സാധാരണ ചെരുപ്പ്, ലളിത ജീവിതം, വലിയ ആർഭാടങ്ങളുള്ള മുഖ്യമന്ത്രി വസതി ഉപേക്ഷിച്ച് ചെറിയ ആ വസതി, തൻ്റെ ഒറിജിനൽ വസതി 2-3 മുറികൾ മാത്രമുള്ള ചെറിയ വസതിയിലുള്ള താമസം, ഇതൊക്കെ തന്നെ PR വർക്കിലൂടെ ഊതിപ്പെരിപ്പിച്ച് മമതയുടെ ഒരു ലാളിത്യം കാട്ടി. അതേസമയം തൃണമൂലിലെ തൻ്റെ അനുയായികളായ പലരും ആർഭാട ജീവിതം നയിച്ചു. അതൊരു ഇരട്ടത്താപ്പായി ജനം കണ്ടു. 2 ഗുണ്ടായിസം. CPMൻ്റെ ഗുണ്ടായിസമായിരുന്നു ഒരു കാലത്ത്. 23 വർഷം തുടർച്ചയായി CPM ഭരണത്തിലിരുന്നപ്പോൾ ജ്യോതി ബാസുവിൻ്റെ കാലഘട്ടത്തിലും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലത്തും പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാനാവാത്ത രീതിയിൽ അടിച്ചൊതുക്കുകയായിരുന്നു CPM. സമാനമായ രീതിയിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ അതേ ഗുണ്ടകൾ തന്നെ തൃണമൂൽ പക്ഷത്തേക്ക് മാറി. ആ ഗുണ്ടകളെ ഉപയോഗിച്ചാണ് പ്രതിപക്ഷത്തെ അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മമത. ഇത് ലിറ്ററലി ശരിയാണ്. കാരണം സുവേന്ദു അധികാരി പ്രതിപക്ഷ നേതാവാണല്ലോ, മമതയ്ക്കെതിരെ മത്സരിക്കുന്ന ആളുമാണല്ലോ. അദ്ദേഹത്തിനെതിരെ പോലും കായികമായി പ്രതികരിക്കാൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ അണികൾ, ഗുണ്ടായിസ്റ്റ് അണികൾ തയ്യാറായി എന്ന് പറഞ്ഞപ്പോൾ ബംഗാൾ ജനത ഏതറ്റം വരെ പോകാനും തൃണമൂൽ മടിക്കില്ല. അതുകൊണ്ട് തങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്ന് തിരിച്ചു പറഞ്ഞു. അതാണ് സുവേന്ദു അധികാരി ജയിച്ചു വരാനുള്ള കാരണം. ആ ഒരു സംഭവം തന്നെ വലിയ രീതിയിൽ വോട്ടുകൾ മമതയ്ക്കെതിരാക്കി മാറ്റി. പ്രതിപക്ഷ നേതാവിനെ കായികമായി കൈകാര്യം ചെയ്തു. ഇപ്പം CPMനെ കുറിച്ച് എത്ര കുറ്റം പറഞ്ഞാലും രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി ചെടിച്ചട്ടി എടുത്ത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലക്കടിച്ചു, KSUക്കാരെ വർദ്ധിച്ചു.
വീണ ജോർജിനെ ആക്രമിക്കാൻ പോയി എന്ന വ്യാജ നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് KSU പ്രവർത്തകരെ കൊലക്കുറ്റത്തിന് അതിനെ കേസെടുത്തു. ഇതൊക്കെ കേരളത്തിലെ തമാശകൾ, ഇതൊക്കെ തമാശകളായി കാണാം. ബംഗാളിൽ അങ്ങനല്ല. പോലീസിനെ ഉപയോഗിച്ചും പാർട്ടി അണികളെ ഉപയോഗിച്ചുകൊണ്ടും പ്രതിപക്ഷത്തെ മർദ്ദിച്ചൊതുക്കുകയായിരുന്നു. അപ്പം അതിനെതിരെയുള്ള ഒരു സ്വാഭാവികമായ പ്രതിഷേധം, ഇതാണ് രണ്ടാമത്തെ ഒരു കാരണമായി മമതയുടെ ഒരു പരാജയത്തിൻ്റെ ഒരു കാരണം. മൂന്നാമത്തെ ഒരു കാരണം ഇതിലേക്ക് ആരും അധികം ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ബംഗാൾ പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനമായിരുന്നു. പ്രായോഗികമായി പറയുമ്പോൾ ബ്രിട്ടീഷ് എംപയറിൻ്റെ ഇന്ത്യയിലെ ആസ്ഥാനം ബംഗാൾ ആയിരുന്നു, കൽക്കത്ത ആയിരുന്നു അതിൻ്റെ കേന്ദ്ര ബിന്ദു. അപ്പോൾ ആ സമയത്തൊക്കെ ഉയർന്നു വന്ന ഒരു വലിയ സാഹിത്യം, കല, സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ, വലിയ വലിയ ആളുകൾ, സുഭാഷ് ചന്ദ്രബോസിൻ്റെ നാട് അല്ലേ, അല്ല എങ്കിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ, വലിയ വലിയ ദീൻദയാൽ ഉപാധ്യായുടെ ഒക്കെ ഒരുപാട് ആളുകൾ അവിടെ നിന്ന് പല പാർട്ടികളിലാണ്, പല രീതിയിലുള്ള ആളുകളാണ്, സാഹിത്യകാരന്മാരാണ്, ഒക്കെയാണ്. ആ നാട്ടിൽ ഭദ്രലോക് എന്നൊരു വിളിപ്പേരുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നവരെ മാറ്റത്തിൻ്റെ ചാലകശക്തിയാകുന്ന ഒരു ഉപരിവർഗമാണ്. അവർ സാമ്പത്തികമായി നല്ല നിലയിലാണ്, സാഹിത്യ വാസനയുള്ളവരാണ്, എലീറ്റ് ടേസ്റ്റുകളുള്ള ആളുകളാണ്, പലരും ഹിന്ദുക്കളുമാണ്. ഇതാണ് ഭദ്രലോക് എന്ന് പറയുന്നത്. അവരാരെ പിന്തുണയ്ക്കുന്നു? അവർ ചെറിയൊരു വിഭാഗം മാത്രമേ ഉള്ളൂ. അവരെ പ്രത്യേകിച്ച് ആരും ഭദ്രലോക് എന്ന ഐഡന്റിറ്റി കാർഡുമായി നടക്കാറില്ല. പക്ഷേ അതൊരു വിളിപ്പേര് മാത്രമാണ്, ഒരു സോഷ്യൽ എലീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കൽക്കട്ടയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ഭദ്രലോക് അവരാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത്. ബംഗാളിലെ അഭിപ്രായ രൂപീകരണം നടത്തുന്നത് ഭദ്രലോകാണ്. ഇവരുടെ പിന്തുണ പരമ്പരാഗതമായി കോൺഗ്രസിനായിരുന്നു. സിദ്ധാർത്ഥ് ശങ്കർ റായ് ഒക്കെ അവിടെ മുഖ്യമന്ത്രിയായിരുന്ന സമയം 1977 അടിയന്തരാവസ്ഥ അവസാനിക്കുന്ന കാലഘട്ടം വരെ തുടർച്ചയായി പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് പാർട്ടിയുടെ തേരോട്ടമായിരുന്നു. ഒരിക്കൽ പോലും ഇടതുപക്ഷം അധികാരത്തിൽ വന്നില്ല. ഇടതുപക്ഷം സജീവമായിരുന്നു, പക്ഷേ അധികാരത്തിലെത്തിയത് 77 മാത്രമാണ്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന് കാരണം ഭദ്രലോക് ഷിഫ്റ്റഡ് ദെയർ അസോസിയേഷൻ ഫ്രം കോൺഗ്രസ് ടു CPM. അങ്ങനെ ഇടതുപക്ഷത്തേക്ക് ഭദ്രലോകിൻ്റെ ചിന്ത വരികയാണ്. മമത കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ, 2011 വന്നപ്പോൾ ഭദ്രലോക് മാറി ചിന്തിച്ചു, ഇനഫ് ഈസ് ഇനഫ്. LDFിൻ്റെ ഗുണ്ടായിസം മടുത്തു. അഴിമതി, കെടുകാര്യസ്ഥത, ക്രോണി ക്യാപിറ്റലിസം, ചങ്ങാത്ത മുതലാളിത്തം, ഇതൊക്കെ എതിരാണ്. ഇപ്പം സാഹിത്യലോകം ഉൾപ്പെടെ പ്രതികരിച്ചു. വരട്ടെ പുതിയൊരു ചേഞ്ച്. അങ്ങനെ മമത വന്നു. ഭദ്രലോക് landed up on the lap of Mamata Banerjee and jumped onto the Mamata bandwagon. തൃണമൂൽ ബാൻഡ് വാഗണിലേക്ക് ഭദ്രലോക് പ്രവേശിക്കുകയാണ്. അവിടെ എല്ലാം ഭദ്രമെന്ന് തോന്നി. ഇപ്പോൾ ആ ഭദ്രലോക് എന്ന് പറയുന്ന ചിന്തകന്മാർ, അല്ലെങ്കിൽ സോഷ്യൽ എലീറ്റ്സ്, മൂവേഴ്സ് ആൻഡ് ഷേക്കേഴ്സ് എന്നൊക്കെ പറയാവുന്ന ആ വിഭാഗം നല്ലൊരു പങ്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കൂ. ഗിവ് BJP എ ചാൻസ്. ഡബിൾ എൻജിൻ പോയിക്കോട്ടെ, എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നോക്കാം. ബംഗാളിയും ഇത് കാണുന്നില്ലേ? ബംഗാളിലെ ദാരിദ്ര്യം മാറ്റാൻ കോൺഗ്രസിനായില്ല, CPMനായില്ല, തൃണമൂലിനുമായില്ല. ബംഗാളി എന്ന് നമ്മൾ വിളിക്കുന്നത് മുൻപ് വലിയ ആദരപൂർവ്വം വിളിക്കുമായിരുന്നു. സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും ടാഗോർ ഉൾപ്പെടെയുള്ള ആളുകളെയും ദേശീയവാദികളെയും ഒക്കെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ള ധീര ദേശാഭിമാനികളെ നമ്മൾ വാഴ്ത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ബംഗാളി എന്ന് വിളിക്കുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതായത് ചെറിയ ജോലികളൊക്കെ ചെയ്ത് അന്യ സംസ്ഥാനങ്ങളിൽ പോയി കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്നവരാണ് അറബികൾ. ഒരു പരിധിവരെ ഭാരതീയരെ കാണുന്നത് പോലെയാണ് പ്രവാസികൾ. അവർ മിടുക്കന്മാരുണ്ടാകാം, ഇന്ത്യക്കാരിൽ മിടുക്കന്മാരുണ്ടാകും, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസ്. അവരെ കുറേയൊക്കെ ആദരപൂർവ്വം കാണുന്നു. പക്ഷേ അവർ ജോലി തേടി വന്നവരാണ്. അതുപോലെ ബംഗാളികളെ പലരും കാണുന്നു. ആ അവസ്ഥ സൃഷ്ടിച്ചതാരാണ്? മാറി മാറി വന്ന സർക്കാരുകൾ. ഗിവ് BJP എ ചാൻസ് എന്നാണ് ബംഗാളി ജനത ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ബംഗാളിൻ്റെ ആ സമഗ്ര ചിത്രത്തിലേക്ക് കൂടെ വരാം. ബംഗാളിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ, ബീഹാറിനോടും ജാർഖണ്ഡിനോടും ഒക്കെ ചേർന്ന ഭാഗങ്ങൾ, ഒറീസയോട് ചേർന്ന ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളിലൊക്കെ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ വൻപിച്ച മുന്നേറ്റം നടത്തിയതാണ്. അവിടങ്ങളിൽ ഇപ്രാവശ്യം BJP തൂത്തുവാരി. വടക്കൻ ബംഗാൾ BJP ഏതാണ് സമ്പൂർണ്ണമായ ആധിപത്യം നേടിയിരിക്കുന്നു. ഡാർജിലിംഗ് ബെൽറ്റാണ് വടക്കൻ ബംഗാൾ. അതിലെയാണ് സിലിഗുരി പാസൊക്കെ കടന്നു പോകുന്ന ആ ഒരു പ്രദേശമാണ്. അവിടെയും BJP പിടിമുറുക്കി. മമതയെ ഒരു കാലത്തും കൈവിടാത്ത, മുൻകാലങ്ങളിൽ CPMനെ കൈവിടാത്ത ഭാഗമായിരുന്നു തെക്കൻ ബംഗാൾ. അവിടെയാണ് വലിയ ജനസംഖ്യ. ഡംഡം, കൽക്കട്ട, ഹുഗ്ലി ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ അടങ്ങുന്ന ആ മേഖല അവിടെ പൂർണ്ണമായി തൃണമൂലിൻ്റെ കയ്യിലേക്ക് മാറിയിട്ട് 1.5 പതിറ്റാണ്ടായി. അവിടെ ഉൾപ്പെടെ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ
BJP കഴിഞ്ഞു. അതുകൊണ്ട് BJP ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തി മമതയുടെ തൃണമൂലിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് BJP ഇരച്ചു കയറി. ഇനി കിഴക്കൻ ബംഗാളും കൂടെ നോക്കാം. അതായത് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ് 24 വടക്കൻ തെക്കൻ 24 പർഗാന ജില്ലകൾ, ദിനാജ്പൂർ നോർത്ത് ദിനാജ്പൂർ ജില്ല, അതുപോലെ മുർഷിദാബാദ്, മാൽഡ പ്രദേശങ്ങൾ, മുസ്ലിം ഭൂരിപക്ഷം, മൃഗീയമായ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. അവിടെ there was a vote cutter. അതാണ് അസദുദ്ദീൻ ഒവൈസിയുടെ MIM. ഹൈദരാബാദിലെ ഒവൈസിക്ക് ബംഗാളിൽ എന്ത് കാര്യം നമ്മൾ ചോദിച്ചേക്കാം. പക്ഷേ മമത പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി ബംഗാളിനുള്ളിൽ പ്ലാന്റ് ചെയ്ത ട്രോജൻ കുതിരയാണ് അവിടുത്തെ MIM. അവർ പിടിക്കുന്ന മുസ്ലിം വോട്ടാണ്, തീവ്ര റാഡിക്കൽ മുസ്ലിം വോട്ടുകളാണ് അവർ സ്വാംശീകരിക്കുന്നത്. സ്വാഭാവികമായി BJP വിരുദ്ധമായി മമതാ ബാനർജിയുടെ പാർട്ടിക്ക് പോകാവുന്ന വോട്ടുകൾ ആന്തി പിടിച്ചുകൊണ്ട് പോയി. കാര്യമായി വിജയമൊന്നും ഉണ്ടായില്ല MIM-ന്. പക്ഷെ പല മണ്ഡലങ്ങളിലും 25-ലധികം മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വിജയ സാധ്യതയെ തകർക്കാൻ MIM-ന് കഴിഞ്ഞു. അതുമാത്രമല്ല, കോൺഗ്രസും CPM-ഉം ചെറിയ പണി കൊടുത്തു തൃണമൂലിന്. അവരെ കൂട്ടത്തിൽ കൂട്ടിയില്ലല്ലോ, ജൂനിയർ പാർട്ട്നേഴ്സായിട്ട് പോലും കൂട്ടിയില്ലല്ലോ. ഏതാനും സീറ്റുകൾ പരിഹാസപൂർവ്വം 2-3 സീറ്റുകളാണ് CPM-നോ കോൺഗ്രസിനോ വെച്ച് നീട്ടിയത്. ഇന്ത്യ മുന്നണിയിലെ ജൂനിയർ പാർട്ട്നേഴ്സ്, പാവപ്പെട്ടവർ എന്ന രീതിയിൽ. ഒരു കാലത്ത് ബംഗാൾ ഭരിച്ചിരുന്ന പാർട്ടികളാണ് കോൺഗ്രസും CPM എന്ന് ഓർക്കണം. പക്ഷേ ഇപ്രാവശ്യം കോൺഗ്രസ് 2 സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം സംഭ്യുജ്യരായിരുന്നു. ഇടതുപക്ഷത്തിന് ഇപ്രാവശ്യം CPM-ന് 1 സീറ്റിൽ വിജയിച്ചു വരാൻ കഴിഞ്ഞു. കാരണം 1 തരി CPM-ന്, 2 തരി കോൺഗ്രസിന്. അതൊക്കെ ഊതി കത്തിച്ച് പെരുപ്പിച്ച് വലിയ അഗ്നിജ്വാലയായി മാറ്റി ബംഗാൾ കീഴടക്കാനൊന്നുമുള്ള നമ്പേഴ്സ് ഇല്ല. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ചിലയിടത്ത് മാത്രം. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിലെ പ്രതിപക്ഷത്തിന്റെ മുഖമായിരുന്ന ബംഗാളി നേതാവ് അധീർ രഞ്ജൻ ചൗധരി ഉൾപ്പെടെ പരാജയപ്പെട്ടു. കോൺഗ്രസിന്റെ ഗനിഖാൻ ചൗധരിയൊക്കെ വാണിരുന്ന ഒരു മേഖലയാണ് മാൽഡ, മുർഷിദാബാദ് ബെൽറ്റ്. ആ ബെൽറ്റിൽ പോലും കോൺഗ്രസിനും CPM-നും ഒന്നും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാലോചിക്കുമ്പോൾ ഒരു വയബിൾ ഫോഴ്സായി, ഒരു മൂന്നാം ശക്തിയായി കോൺഗ്രസിനും CPM-നും നിൽക്കാൻ ഇപ്പോഴത്തെ നിലയിൽ കഴിയുന്നില്ല എന്ന സൂചന കൂടിയാണ്. മുഖം രക്ഷിക്കാൻ 1-2 സീറ്റുകൾ ലഭിച്ചു എന്നും മാത്രം. ഇനി ബംഗാൾ നൽകുന്ന സൂചന എന്താണ്? കളം ഓരോന്നോരോന്നായി നിറയ്ക്കുകയാണ് BJP. 28 സംസ്ഥാനങ്ങൾ, അവിടെ 17 സംസ്ഥാനങ്ങൾ BJP ഭരണത്തിലാണ്, നേരിട്ട് ഒറ്റയ്ക്ക് ഭരണത്തിലാണ്. ഇപ്പോൾ ഇതാ 18ാം സംസ്ഥാനമായി പശ്ചിമ ബംഗാൾ കൂടി വരികയാണ്. 22 സംസ്ഥാനങ്ങളിൽ ഘടകകക്ഷികളോട് ചേർന്നുകൊണ്ട് മുന്നണി ഭരണം BJP, ഇതര മുഖ്യമന്ത്രിമാർ പക്ഷേ BJP-യുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പൊ കോൺഗ്രസിൻ്റെയൊക്കെ സ്ഥാനം എവിടെ പോയി? ഇപ്പൊ പുതിയതായി തെരഞ്ഞെടുപ്പ് കേരളത്തിൽ, അല്ലെങ്കിൽ കർണാടകത്തിൽ, ഹിമാചൽ പ്രദേശിൽ, തെലങ്കാനയിൽ, അല്ല സംസ്ഥാനങ്ങളിലേക്ക് ഒതുങ്ങുകയാണ് കോൺഗ്രസിന്റെ സാന്നിധ്യം. അപ്പോൾ പ്രതിപക്ഷം ഒരു വൈബ്രന്റ് റീജിയണൽ പാർട്ടി ഒറീസയിലൊക്കെ ഉണ്ടായിരുന്ന ബിജു ജനതാദൾ പോയി. തമിഴ്നാട്ടിലെ തന്നെ സ്റ്റാലിൻ കടപുഴകയില്ലേ? അപ്പം റീജിയണൽ പാർട്ടിക്കൊക്കെ കാര്യമായ പ്രഭാവമില്ല. ഇപ്പോൾ കാശ്മീരിൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു പ്രഭാവം ചെലുത്താൻ കഴിയുന്നത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ മിക്കതും BJP അനുകൂല റീജിയണൽ പാർട്ടീസ് കൂടിയാണ് ഭരിക്കുന്നത് എന്നുകൂടി ഓർക്കണം NDA-യുടെ ഘടകകക്ഷികൾ. അപ്പം NDA-യുടെ സമഗ്രമായ ആധിപത്യം ഇപ്പം ആകെപ്പാടെ മാറി നിൽക്കുന്നത് തമിഴ്നാട്, വിജയ് പ്രഭാവത്തിൽ തമിഴ്നാട്, കോൺഗ്രസ് UDF പ്രഭാവത്തിൽ കേരളം, ജമ്മു ആൻഡ് കാശ്മീർ, ഇങ്ങനെയുള്ള ഏതാനും മേഖല ഒഴിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് BJP കടന്നു കയറി. കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് കോൺഗ്രസിനുണ്ടായിരുന്ന തരത്തിലുള്ള ഒരു വേരോട്ടം, ഒരു പാൻ ഇന്ത്യ പ്രതിച്ഛായ ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ബംഗാൾ ഒരിക്കലും BJP പിടിക്കില്ല എന്നായിരുന്നു അടുത്ത കാലം വരെയുള്ള വിശ്വാസം. അത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് മാറും, മാറാത്തത് മാറും. കേരളത്തിൽ അത് മാറിയില്ല. LDF മാറി, UDF വന്നു, അതിൽ മാറ്റമില്ല. മാറാത്തത് മാറുന്നത് BJP വരുമ്പോഴാണ്. അത് ബംഗാൾ ജനത കേട്ടിരിക്കുന്നു, ആസാം ജനത കേട്ടിരിക്കുന്നു. ആസാമിനെ കുറിച്ച് കാര്യമായി ഞാനൊന്നും പറയുന്നില്ല. ആസാമിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു വൻ വിജയം, 126 സീറ്റിൽ 100-ലധികം സീറ്റോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് ചെറിയ ഘടകകക്ഷികളുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് നേടിയിരിക്കുന്നു. ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം BJPക്ക് മാത്രമായിട്ടുണ്ട് എന്നുകൂടി അറിയുക. അപ്പം അങ്ങനെ വരുമ്പോൾ വടക്ക് കിഴക്കൻ മേഖല, കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ, ബീഹാറിൽ ആദ്യമായി ഒരു BJP മുഖ്യമന്ത്രി വരികയാണ്. ഘടകകക്ഷിയുടെ ചിറകിലേറി അവിടെ അസ്തിത്വമുണ്ടാക്കി അവസാനം മഹാരാഷ്ട്രയിൽ സംഭവിച്ചതുപോലെ ഘടകകക്ഷിയെ പിന്തള്ളി BJP നേരിട്ട് മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നു എന്ന് കൂടി വരുമ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും, എക്സ്ട്രീം സൗത്ത് ഒഴിച്ചു നിർത്തിയാൽ ഏതാണ്ട് എല്ലാ ഭാഗത്തും
BJPയുടെ വളർച്ച സൂചിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കടന്നുപോയത്. ബംഗാളായിരുന്നു മുഖ്യ പ്രതിപാദ്യ വിഷയം. ഇനി ഇടതുപക്ഷങ്ങളും കോൺഗ്രസും തൃണമൂലും ആവർത്തിച്ച ഒരു അബദ്ധങ്ങൾ BJPയുടെ ഭരണകൂടത്തിൽ ആവർത്തിക്കപ്പെടില്ല. സമുദായ സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ കഴിയട്ടെ. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങളുടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാതൃകാപരമായ ഒരു ഭരണം നടത്തട്ടെ. വേറെ ഒരിടത്തും, ഇന്ത്യയിൽ ഒരിടത്തും ഭാരതീയ ജനതാ പാർട്ടിക്ക് മുസ്ലിം MP-മാരില്ല എന്നോർക്കണം. മുസ്ലിം MLA-മാരില്ല, ഘടകകക്ഷികൾക്കുണ്ട്, പക്ഷെ BJPക്ക് ഇല്ല എന്നോർക്കണം. ബംഗാളിൽ 27% മുസ്ലിങ്ങളാണ്. മുസ്ലിം MLA-മാർ ഉള്ളവർ അവരിൽ ആരെങ്കിലും മന്ത്രിമാരാക്കുമോ? കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ന്യൂനപക്ഷങ്ങളോടുള്ള ബംഗാൾ ഗവൺമെന്റിന്റെ, പുതിയ ഗവൺമെന്റിന്റെ സുവേന്ദി അധികാരി ആയിരിക്കും മുഖ്യമന്ത്രിയായി വരുന്നത്. ആ പുതിയ ഗവൺമെന്റിന്റെ നിലപാട് എന്താണ്, നയം എന്താണ്, കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഫെഡറൽ ഭാരതത്തിന് കൈത്താങ് കൊടുക്കാൻ വ്യത്യസ്തമായ കക്ഷികൾ ഉണ്ടാകുന്നത് നല്ലതാണ്. ദേശീയ പാർട്ടി, ദേശത്തിന്റെ കൺട്രോളുള്ള BJPക്ക് സംസ്ഥാനങ്ങളിലും മൃഗീയമായ ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഗതി എന്താവും എന്നുകൂടി ആലോചിക്കേണ്ട സമയമാണിതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.